ഈ ആയുഷില് പല വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ട്. ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്. അതുപോലെ പലപ്പോഴും ആൾക്കാരുടെ ധാരണ ഹോമിയോ മരുന്നും ആയുർവേദ മരുന്നും അങ്ങനെ വിവിധങ്ങളായ മരുന്നുകൾ ഒരുമിച്ച് കഴിച്ചാൽ അലർജി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്, നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കഴിക്കരുത്. പല രീതികളെ സംബന്ധിച്ചും ആൾക്കാർക്ക് ഒരുപാട് സംശയമുണ്ട്. ശരിക്ക് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ ചെയ്തിരിക്കുന്ന ഒരാൾ, ആയുർവേദ ചികിത്സ ചെയ്തിരിക്കുന്ന ഒരാൾ, അലോപ്പതി ചികിത്സ ചെയ്തിരിക്കുന്ന ഒരാൾ, ഇവർക്ക് പരസ്പരം ഈ മരുന്നുകൾ ഇങ്ങനെ പല സിസ്റ്റത്തിലുള്ള മരുന്നുകൾ ഒരുമിച്ച് കഴിക്കാൻ കഴിയുമോ? അവിടെ നമ്മൾ ഈ ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിന്റെ കൺസെപ്റ്റ് തന്നെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള വ്യക്തികൾ അവർ കുടുംബ പാരമ്പര്യമായിട്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളുള്ളവർ കാണും. ഒരു കുടുംബ പശ്ചാത്തലമുള്ളവരിൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ കാണും. അല്ലാതെ തന്നെ അവരുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നവരും കാണും. അപ്പോൾ അത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് നമ്മൾ ഊന്നൽ നൽകുന്നത്. ഈ സെന്ററിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ ജീവിതശൈലി രോഗം പ്രതിരോധിക്കുന്നതിന് ഇപ്പോൾ ആയുർവേദ വിധി പ്രകാരമുള്ള സ്വസ്ഥവൃത്ത പ്രകാരമുള്ള ജീവിതശൈലി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നേച്ചുറോപ്പതി അനുസരിച്ചുള്ള ആഹാര രീതി അല്ലെങ്കിൽ നേച്ചുറോപ്പതി രീതി അനുസരിച്ചുള്ള ആഹാരത്തിനും മറ്റ് എക്സർസൈസും മറ്റ് അവരുടെ തന്നെ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അതിനകത്ത്, അത് പറഞ്ഞു കൊടുക്കുന്നു. യോഗ ആൻഡ് മെഡിറ്റേഷന്റെ ഭാഗത്ത് വരുമ്പോൾ ജീവിതശൈലി രോഗം പിടിപെടാൻ സാധ്യതയുള്ള ഒരാൾ, അയാൾക്ക് പാരമ്പര്യമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം വരാതിരിക്കുന്നതിനുള്ള യോഗ ആൻഡ് മെഡിറ്റേഷൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരാളിന് രക്തസമ്മർദ്ദം ഉള്ള ഒരു അതിസമ്മർദ്ദമുള്ള ഒരാൾ അല്ലെങ്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്? രക്തസമ്മർദ്ദം കൂടുതലാവാൻ ജീവിതശൈലീ രോഗങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും അത് മാനസികമായുള്ള കാരണങ്ങൾ കൊണ്ടാവാം. അതിന് ആദിജം എന്ന് പറയും, ആദി കാരണമായിട്ടുള്ള പ്രശ്നമാവാം. അതുപോലെ തന്നെ ആദി കാരണമായിട്ടുള്ള തന്നെ വിവിധ തരങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാനസികമായുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടുള്ളതാവാം രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്. അതുമല്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യമായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പടിയുന്നത് കൊണ്ടുണ്ടാവുന്ന രക്തസമ്മർദ്ദമാവും. അപ്പം അത് രണ്ട് വിഭാഗമായി. ഒന്ന് മാനസികമായിട്ടുള്ളത്, മറ്റ് ഭക്ഷണമോ അല്ലെങ്കിൽ ശാരീരികമായുള്ള ചില പ്രശ്നങ്ങൾ കാരണമുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന രോഗങ്ങൾക്ക് ഇതിൽ നമ്മൾ വെറും മരുന്നുകൾ കൊണ്ട് മാത്രം അത് കൺട്രോൾ ചെയ്ത് രോഗത്തെ മാറ്റി ഒരാളെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാൽ ഈ രണ്ടിലും അത് സാധ്യമല്ല. ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അത് ആ രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ആദ്യ കാരണമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലുള്ള വ്യതിയാനം കാരണമായിട്ടുള്ളതാണെങ്കിലും അതിൽ തന്നെ ചില പേഴ്സണാലിറ്റി ട്രേറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ആ വ്യക്തിപരമായുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഹോമിയോപ്പതി പറയുന്നത് അനുശാസിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വിഷാംശങ്ങൾ ഉള്ളിലുള്ളത് കാരണമാവാം, മയാസ്മാറ്റിക് വിഷാംശങ്ങൾ എന്ന് പറയാം. അങ്ങനെയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചികിത്സ കൊടുക്കണം. ഇതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അയാളുടെ ആദിയെ മാറ്റിയെടുക്കുകയും എന്ന് പറഞ്ഞാൽ മാനസികമായുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിലും മറ്റ് ആഹാരവിഹാരാദികളിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജീവിതശൈലിയും ഈ രക്തസമ്മർദ്ദത്തിൽ നമുക്ക് കുറവ് വരുത്താൻ സാധിക്കും. ചോദിക്കാം, നമ്മൾ നാച്ചുറോപ്പതി ഡോക്ടർ ഉണ്ടല്ലോ, ഒരാളെ ഇപ്പോൾ രക്തസമ്മർദ്ദമുള്ള ഒരാൾ ആഹാരക്രമത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്? കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ആദ്യമായി നിയന്ത്രിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മിതത്വം വേണ്ടതാണ്. അച്ചാറുകൾ, വറുത്ത സാധനങ്ങൾ, ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ഈ കടകളിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ, ഇതെല്ലാം തന്നെ ബേക്കറി സാധനങ്ങളെല്ലാം നല്ലോണം നിയന്ത്രിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആന്റി ഓക്സിഡൻസ് എന്ന് പറയും. അതായത് മിനറൽസിലും വൈറ്റമിൻസും, പഴങ്ങളിൽ ധാരാളം കാണുന്ന മിനറൽസിലും വൈറ്റമിൻസിലും എല്ലാം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ഇത് ശരീരത്തിലുണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് തിരിച്ച് നമ്മളെ ഒരു ആരോഗ്യപരമായ നിലയിലേക്ക് നമുക്ക് തിരിച്ചു വരാനും സാധിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫൈബർ, നാരിൻ്റെ അംശം കൂടിയ ഭക്ഷണം, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതിലൊക്കെ നാരിൻ്റെ അംശം ധാരാളമുണ്ട്. നാരിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അബ്സോർപ്ഷന്റെ പ്രക്രിയ, ആഗിരണ പ്രക്രിയ കുറയ്ക്കുകയും അതേസമയം എലിമിനേഷൻ, വിസർജന പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇത് ഈ ആഗിരണ പ്രക്രിയ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറയുക വഴി ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും അതേസമയം തന്നെ
വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. ഫൈബറിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ദഹിപ്പിക്കുന്നതിന്റെ ശ്രമഫലമായി ശരീരത്തിൽ കൊളസ്ട്രോളിൽ നിന്നും ഒരുപാട് കൺവേർട്ടായിട്ട് ബൈൽ ഉണ്ടാവുന്നുണ്ട്. ആ ബൈലാണ് ഈ ഫൈബർ കണ്ടന്റ് ദഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് അത് ആ ദഹന ശ്രമത്തിൽ തന്നെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ പറയും ഫൈബർ കണ്ടന്റ് കൂട്ടണം. ഇങ്ങനെ ഈ ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഏതെല്ലാം ആഹാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇലക്കറികളില്, പച്ചക്കറികളില്, പിന്നെ തവിടോട് കൂടിയ, ഇന്ന് നമുക്ക് വൈറ്റ് റൈസ് ആണ് ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത്, പക്ഷെ തവിടോട് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളിലും എല്ലാം, പഴങ്ങളിൽ, ഇതിലെല്ലാം ധാരാളം ഫൈബർ അല്ലെങ്കിൽ നാരിന്റെ അംശം അടങ്ങിയ ഭക്ഷണമാണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയാൽ ഒരു പരിധി വരെ രക്തസമ്മർദ്ദം കുറയ്ക്കുക. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ആദി. മനുഷ്യന് പലതരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇതിന് പ്രശ്നമാണ്. ആയുർവേദത്തിന് അതിന് പ്രത്യേക രീതി വല്ലതുമുണ്ടോ? ആയുർവേദത്തിൽ ജീവിതശൈലികൾ പറയുമ്പം തന്നെ, അതായത് ദിനചര്യ പറയുമ്പം തന്നെ, ദിനചര്യയാണ് ഒരാളുടെ ഒരു ദിവസം അയാൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു ആരോഗ്യപൂർണനായി ഇരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ദിവസവും എന്തൊക്കെ ചെയ്യണം അത് ദിനചര്യയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദിനചര്യ പറയുമ്പം തന്നെ ആയുർവേദത്തിൽ തീർച്ചയായും ഈ മാനസികമായിട്ടുള്ള ആരോഗ്യം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ സ്ട്രെസ്, ദേഷ്യം, വിദ്വേഷം, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ആകുലതകൾ, ഇതൊക്കെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് യോഗയിലൂടെയും പിന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ അത് നമ്മളെ ഓരോ വ്യക്തിയും വളർത്തിയെടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഒക്കെ അവർ സ്വന്തമായി വളർത്തിയെടുക്കണം. അപ്പോൾ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ, എപ്പോഴും മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താനും പ്രത്യേകമായി ദിനചര്യയിൽ നിർദ്ദേശങ്ങൾ. പല ചർച്ചകളിലും പറയുന്ന ഒരു കാര്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആകുലതകളെ ഒഴിവാക്കുക. അതിനുള്ള മാർഗങ്ങൾ എന്താണ് ഡോക്ടർ പ്രേമചന്ദ്രൻ? എന്താണ് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ ചെയ്താൽ സാധാരണക്കാരനായ ഒരാളിന് എന്തൊക്കെ ചെയ്താൽ ഈ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാം? ദേഷ്യം മനുഷ്യനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെല്ലാം വ്യക്തമായി യോഗശാസ്ത്രത്തിലും ആയുർവേദ ശാസ്ത്രത്തിലും എല്ലാം വിവരിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യൻ ജനിച്ചു വീഴുന്നത് തന്നെ ക്ലേശങ്ങളുമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. 5 ക്ലേശങ്ങളാണ് യോഗ മുന്നോട്ട് വെക്കുന്നത്. അതിൽ അവിദ്യ എന്ന് പറയുന്നതാണ് ആദ്യത്തെ പറയുന്നത്. അവിദ്യ എന്ന് പറയുന്നത് അറിവില്ലായ്മ എന്നാണ്. രണ്ടാമത് പറയുന്ന അസ്മിത എന്ന് പറയുന്നത്, അത് ഈഗോ ആണ്, നമ്മുടെ ഈഗോ ആണ് രണ്ടാമത്തെ. അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ 5 ക്ലേശങ്ങളോട് കൂടിയാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നതിന്. ഈ 5 ക്ലേശങ്ങളോട് കൂടി ജനിച്ചു വീഴുന്ന മനുഷ്യനെ സംബന്ധിച്ച് അതിൽ നമ്മളെപ്പോഴും ആദ്യം എടുത്തു പിടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈഗോ എന്ന് പറയുന്നത്. ഒരുപാട് ക്ലേശങ്ങൾക്ക് കാരണമാവുന്ന. അങ്ങനെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും, രാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു കാര്യത്തോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുന്നത് പലപ്പോഴും നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ 5 ക്ലേശങ്ങളുമായിട്ട് ജനിച്ചു വീഴുന്ന മനുഷ്യൻ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ യോഗശാസ്ത്രം അനുശാസിക്കുന്നത് വളരെ വ്യക്തമായിട്ട് യമനിയമങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. യമനിയമങ്ങളിൽ അഹിംസ, സത്യം, അസ്തേയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ നിയമത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ള. സന്തോഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, തുഷ്ട സന്തോഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ്മെന്റ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. നമ്മൾ മനുഷ്യൻ അത്യാർത്തി കൊണ്ട് നടക്കുക. ഈ ആർത്തി കൂടുതൽ ആവുന്നത് പലപ്പോഴും ടെൻഷൻ കൂടുതലാക്കുന്നുണ്ട്. നമുക്ക് സാധിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ സന്തോഷമില്ലായ്ക എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിലും ഇത് തന്നെയാണ്, നമുക്ക് ഒന്നിലും തൃപ്തി വരാതിരിക്കുക. അങ്ങനെ അനവധി കാരണങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. ഈഗോ തുടങ്ങിയിട്ട് അങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും. സത്യം എന്ന് പറയുന്നത്, സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നിടത്തെല്ലാം നമുക്ക് പിന്നീട് ടെൻഷൻ ഉണ്ടാവും. അഹിംസ, ഒരാളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാലും നമുക്ക് പിന്നീട് ഉണ്ടാവുന്നത് ടെൻഷൻ തന്നെയാണ്. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ശൗചം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഈ യമനിയമങ്ങളിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും, ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. ആദ്യം യോഗയിലെ ആദ്യത്തെ 2 പടികളെന്ന് പറയുന്നത് യമവും നിയമവുമാണ്. യമനിയമങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ടെൻഷനിൽ നിന്ന് മാറാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ധ്യാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മനസ്സ് ഏറ്റവും കാമാവുന്ന അവസ്ഥയിലേക്ക് വരും.